glorious moments. വിശുദ്ധ പൗലോസ് ലീഹ തെസ്സലോനിക്കയ്ക്ക് എഴുതിയ രണ്ടാം ലേഖനത്തില് ഈ 6-ാമത്തെ വാക്യത്തിൽ പറയുന്നു, കർത്താവ് യേശുമിശിഹ തന്റെ മാലാഖമാരാകുന്ന സൈന്യത്തോടുകൂടി സ്വർഗത്തിൽ നിന്ന് പ്രത്യക്ഷപ്പെടുമ്പോൾ ദൈവത്തെ അറിയാത്തവർക്കും നമ്മുടെ കർത്താവ് യേശുമിശിഹയുടെ സുവിശേഷത്തെ ഗ്രഹിക്കാത്തവർക്കും അഗ്നിജ്വാല കൊണ്ട് പ്രതികാരം നടത്തുമ്പോൾ നിങ്ങളെ ഞെരുക്കുന്നവർക്ക് ഞെരുക്കവും പെടുന്നവരായി നിങ്ങൾക്ക് ഞങ്ങളോട് ജീവനും പ്രതിഫലമായി നൽകും. അതിനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാവോ? കേൾക്കുന്നുണ്ട്. ഫസ്റ്റ് കേട്ടോ ഞാൻ വായിച്ചത്. എന്താണ് പ്രതികാരം എന്നുള്ളതാണ് ചോദ്യം. എന്തായിരിക്കും പ്രതികാരം? അല്ല, പാസ്റ്ററെ ടീച്ചിങ് വെച്ച് പറയുന്നത് എല്ലാവർക്കും അതെ ഞാൻ ചോദിക്കുന്നത്, അഗ്നിജ്വാല കൊണ്ട് പ്രതികാരം വരുമെന്നല്ലേ പറഞ്ഞേ? അതെന്താണ് അഗ്നിജ്വാല കൊണ്ടുള്ള പ്രതികാരം? എനിക്കറിയത്തില്ല പാസ്റ്ററെ, സീരിയസ്ലി എനിക്കറിയത്തില്ല. അല്ല, അത് നമ്മൾ ആദ്യം ഈ ക്രിസ്ത്യൻ പെർസ്പെക്റ്റീവ് എന്താണെന്ന് മനസ്സിലാക്കണം. നമ്മൾ ഈ ബൈബിളിനെ വായിക്കുമ്പോൾ അതിനൊരു ഹോളിസ്റ്റിക് അപ്രോച്ച് ആണ് വേണ്ടത്. ഈ പെന്തക്കോസ്ത് വിഭാഗത്തിൽപ്പെട്ട ആളുകൾ ചെയ്യുന്നത് ഈ ഏതെങ്കിലും ഒരു വാക്യം അടർത്തിയെടുത്തിട്ട് അത് അങ്ങ് വെച്ച് വ്യാഖ്യാനിക്കാം. അപ്പൊ നമ്മൾ കേൾക്കും, അയ്യോ ശരിയാണല്ലോ, പെട്ടെന്ന് ഞെട്ടിപ്പോവും. അപ്പൊ നമ്മൾ ബൈബിള് പൂർണ്ണമായിട്ട് മനസ്സിലാക്കിയിട്ട് എന്താണ് ക്രിസ്തുവിന്റെ ഉപദേശം എന്ന് മനസ്സിലാക്കണം. ഇപ്പൊ ഉദാഹരണം പറഞ്ഞ റോമാലേഖനം 12 പ്രിയമുള്ളവരെ, നിങ്ങൾ തന്നെ പ്രതികാരം ചെയ്യാതെ ദൈവ കോപത്തിനിടം കൊടുപ്പീൻ, പ്രതികാരം എനിക്കുള്ളത്, ഞാൻ പകരം ചെയ്യും എന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. റോമാലേഖനം 12:19. എന്നിട്ട് പറയാണ്, നിന്റെ ശത്രുവിന് വിശക്കുന്നുവെങ്കിൽ അവന് തിന്മാൻ കൊടുക്ക, ദാഹിക്കുന്നുവെങ്കിൽ കുടിപ്പാൻ കൊടുക്ക, അങ്ങനെ ചെയ്താൽ നീ അവന്റെ തലമേൽ തീക്കനൽ കുന്നിക്കും എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. അപ്പൊ എങ്ങനെയാണ് പ്രതികാരം ചെയ്യുന്നത്? ശത്രുവിനെ സ്നേഹിക്കുന്നതിലൂടെയാണ് ദൈവിക പ്രതികാരം. ഗോഡ് കൈൻഡ് ഓഫ് റിവെഞ്ച്. ദൈവികമായ പ്രതികാരം സ്നേഹം വർഷിക്കുകയാണ്. അപ്പൊ നമ്മള് പിണങ്ങിയിരിക്കുന്ന, ഇപ്പൊ എന്നെ പറ്റി നിങ്ങള് ഭയങ്കരമായ അപവാദവും പറഞ്ഞ് കുന്നായ്മയും പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഞാൻ പെട്ടെന്ന് അങ്ങോട്ട് വരുന്നത്. ഞാൻ വരുമ്പോൾ നിങ്ങളെ വളരെ സ്നേഹത്തോടെ ആശ്ലേഷിക്കുകയും നിങ്ങൾക്ക് ഗിഫ്റ്റുകൾ തരികയും നിങ്ങളെ ഒരുമിച്ച് പുറത്ത് ഔട്ടിങ്ങിന് കൊണ്ടുപോയി നിങ്ങൾക്കൊക്കെ ഭക്ഷണം മേടിച്ചു തരികയൊക്കെ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കര വിഷമാണ് അത് ഉൾക്കൊള്ളാൻ. നിങ്ങൾ വേണ്ട എന്നൊക്കെ പറയുമെങ്കിൽ എന്റെ സ്നേഹം നിങ്ങൾക്കൊരു ശാപമായി തീരുകയാണ്, ഭയങ്കര ശിക്ഷ പോലെ തോന്നുകയാണ്. അപ്പൊ നിങ്ങൾ റിക്കൺസൈൽ ചെയ്ത് കഴിയുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് ആ സന്തോഷത്തിലേക്ക് വരത്തുള്ളൂ. അതുപോലെ ദൈവത്തിന്റെ സ്നേഹം വരുമ്പോ, ഇപ്പൊ ഉദാഹരണം പറഞ്ഞാല് നിങ്ങളൊരു കടുത്ത മാർക്സിസ്റ്റുകാരനാന്ന് വെക്കുക, മാർക്സിസ്റ്റ് പാർട്ടിയിലോ അല്ലെങ്കിൽ അങ്ങനെ ഏതെങ്കിലും ഒരു പാർട്ടി, നിങ്ങൾ ഇരിക്കുന്ന കമ്പാർട്ട്മെന്റിലേക്ക് നമ്മുടെ ഇയാൾ വന്ന് കയറുകയാണ്, സുരേഷ് ഗോപി വന്ന് കയറുകയെന്ന് വെച്ചു, നിങ്ങൾക്ക് സന്തോഷം വരത്തില്ല. കാര്യം സുരേഷ് ഗോപി ഒരു സെലിബ്രിറ്റിയാണ്, സിനിമാ നടനാണ്, തൃശ്ശൂർ MP ആണ്, ഇതെല്ലാം ആണെങ്കിലും ഡൽഹി വരെ പോവാണ്. നിങ്ങൾ ഇരിക്കുന്ന ട്രെയിനിന്റെ സീറ്റിന്റെ തൊട്ട് ആ ക്യാബിനിൽ തന്നെയാണ് സുരേഷ് ഗോപി. നിങ്ങൾക്ക് സന്തോഷം വരത്തില്ല. അപ്പൊ സുരേഷ് ഗോപി നിങ്ങളെ നോക്കി ഒന്ന് ചിരിക്കുന്നു, പക്ഷെ നിങ്ങൾക്ക് ചിരി വരുന്നില്ല. എത്രയും വേഗം ഈ ട്രെയിൻ യാത്ര ഒന്ന് പണ്ടാരം തീർന്നിരുന്നതിൽ നിങ്ങൾ ചിന്തിക്കുകയാണ്. അതേസമയം ഒരു BJP അനുഭാവി ആ ട്രെയിനെ ടിക്കറ്റ് എടുത്ത് ഇങ്ങനെ ഇരിക്കുമ്പം അയാൾ ഇരിക്കുന്നിടത്തോട്ടാണ് ഈ സുരേഷ് ഗോപി ചെല്ലുന്നെങ്കിൽ അയാൾക്ക് ഇതിപ്പോ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടാകില്ല. അയാൾക്ക് ഭയങ്കര സന്തോഷം, നിർത്താതെ സംസാരിക്കുന്നു, പല മോഡലിൽ സെൽഫി എടുക്കുന്നു. അപ്പൊ നമ്മൾ ഇഷ്ടപ്പെടാത്ത, നമ്മൾ വെറുക്കുന്ന ആള് നമ്മളോട് സഹകരിക്കാൻ വരിക, അടുത്ത് വരിക, സ്നേഹിക്കുക നമ്മൾ ഉൾക്കൊള്ളത്തില്ല. ഇപ്പൊ ഒരു നിരീശ്വരവാദം പ്രസംഗിച്ച് നടക്കുന്ന ആളുടെ മുമ്പിലോട്ട് യേശു പ്രത്യക്ഷപ്പെട്ടാൽ അയാൾക്ക് ആദ്യം ഉണ്ടാകുന്നത് ആ ഒരു വിഷമാണ്. ഇതന്നെ ഇടപാടാ, മനസ്സിലായോ? അതേസമയം തന്നെ ഇപ്പൊ ഒരു പെന്തക്കോസ്തുകാരന്റെ മുമ്പിൽ കന്യാമറിയാൻ പ്രത്യക്ഷപ്പെട്ട അവൻ ശാസിക്കും. അതേസമയം ഒരു യാക്കോബക്കാരന്റെ മുമ്പിലോട്ട് കന്യാമറിയാൻ വന്നാലോ? ഇത് പെർസ്പെക്റ്റീവാണ്. അപ്പൊ അതുകൊണ്ട് ദൈവം എല്ലാവരുടെയും അടുത്തോട്ട് സ്നേഹത്തോടെ വരത്തുള്ളൂ. ആ സ്നേഹത്തെ ദൈവത്തെ അറിയാത്തവർക്ക് തീ പോലെ തോന്നും. ദൈവ സന്നിധിയിലേക്ക് വരുന്നത് ദൈവവിരോധികളായ ആളുകൾക്ക് ഭയങ്കര അസ്വസ്ഥത ഉണ്ടാക്കും. ആ അസ്വസ്ഥതയെ പറ്റിയാണ് അവിടെ പറയുന്നത്. അല്ലാതെ ദൈവം ആരെയും കുത്തുകയും ചാണ്ടുകയൊന്നും ചെയ്തില്ല. ദൈവം എല്ലാവരും ഒരുപോലെയാണ്. സൂര്യൻ എല്ലാവർക്കും ഒരുപോലെയല്ലേ? അതുപോലെതാണ് ദൈവവും. പക്ഷെ നമ്മുടെ പെർസ്പെക്റ്റീവാണ്, അതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അതാണ് ശിക്ഷയായിട്ട് തോന്നുന്നത് കേട്ടോ. ഓക്കെ, താങ്ക് യു പാസ്റ്റർ. എനിക്ക് അതർ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ തെസ്സലോനിക്കയ്ക്ക് പൗലോസ് ലീഹ എഴുതിയ 2-ാം ലേഖനത്തിൽ തന്നെ 2-ാമത്തെ അധ്യായത്തില് വാക്യം 3 ആദ്യമേ മത്സരം സംഭവിക്കുകയും നാശത്തിന്റെ പുത്രനായ പാപത്തിന്റെ മനുഷ്യൻ പ്രത്യക്ഷപ്പെടുകയും ചെയ്തിട്ടല്ലാതെ ദൈവത്തിന്റെ ആലയത്തിൽ ദൈവം എന്ന പോലെ ഇരുന്ന് താൻ ദൈവമാകുന്നെന്ന് സ്വയം കാണിക്കുകയും കൂടി ചെയ്യുവാൻ തക്കവണ്ണം എതിരാളിയും ദൈവമെന്നും ആരാധനയെന്നും പേരുള്ള സകലത്തിന് മീതെ തന്നെ ഉയർത്തുന്നവനുമാകുന്നു. അതിനെ കുറിച്ച് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാവോ പാസ്റ്ററെ? അതെ. അത് ഈ
ആദ്യ നൂറ്റാണ്ട് AD 70 മുമ്പ് നടന്ന കാര്യമാണ്. ഈ ദൈവാലയത്തിൽ ഇരുന്ന് ദൈവമെന്ന് നടിച്ചു. മനസ്സിലായോ? ദൈവാലയത്തിൽ ഇരുന്ന് ദൈവമെന്ന് നടിച്ചു. അത് എവിടെയാണ്? ദൈവാലയം ഉള്ളപ്പോൾ ഉള്ള കാര്യം ഇത്. അപ്പൊ ദൈവാലയത്തിൽ ഇരുന്ന് ദൈവമെന്ന് നടിച്ചു. പക്ഷേ ദൈവത്തിന്റെ ക്വാളിറ്റി ഒന്നുമില്ല, പിശാചിന്റെ ക്വാളിറ്റിയാണ്. ദൈവികമായ നിയമങ്ങൾക്കെതിരാണ്. അടുത്ത എന്നാന്നറിയോ? അവൻ തന്നെത്താൻ ഉയർത്തുന്ന എതിരാളിയാണ്. അപ്പൊ തന്നെത്താൻ ഉയർത്തുന്നവനൊക്കെയും താഴ്ത്തപ്പെടും. പഴയ നിയമത്തിൽ യഹോവ പറയുന്ന പുള്ളി തന്നെ തന്നെ ഉയർത്തുന്നത്. ഞാനാണ്, എന്നാണ്, മറ്റൊരുത്തനുമില്ല, എന്റെ കൈ ഇതൊക്കെ സൃഷ്ടിച്ചു. പുള്ളി തന്നെ തന്നെ ഉയർത്തുന്നതാണ് യഹോവയുടെ സ്റ്റേറ്റ്മെന്റ്സ് മുഴുവൻ. പറഞ്ഞു. അന്നേരം പാസ്റ്റർ, ഇത് പൗലോസ് ലീഗ തെസ്സലോനിക്കാർക്ക് എഴുതിയത് ഇത് AD 78 കഴിഞ്ഞല്ലേ? ഇത് സംഭവിച്ചതിന് ശേഷമല്ലേ പാസ്റ്റർ എഴുതിയത്? അല്ല. AD 70 മുമ്പ് പൗലോസ് ലീഗ ഒക്കെ കൊല്ലപ്പെട്ടല്ലോ. പിന്നെ കൊല്ലപ്പെട്ട് കഴിഞ്ഞ് പിന്നെ പൗലോസ് ലീഗ ലേഖനം എഴുന്നേറ്റ് വരുമോ? ഓക്കേ, സോ ഇറ്റ്സ് ഓൾ ഹാപ്പൻഡ്. അപ്പൊ ദൈവാലയത്തിൽ ഇരുന്നുകൊണ്ട് ദൈവം എന്ന് നടിച്ചത് യഹോവയാണ്. സത്യത്തിൽ അദ്ദേഹം പിശാചായിരുന്നു. ഒരു നന്മയും ഇസ്രായേലിന് ചെയ്യാത്ത, ഒരിക്കലും ചെയ്തിട്ടില്ല. ദൈവാലയത്തിൽ ഇരുന്നുകൊണ്ട് ദൈവം എന്ന് നടിക്കും. പിന്നീട് നമ്മൾ വന്നു കഴിയുമ്പോൾ ഇതേ കാര്യം വെസ്പേഷ്യൻ വന്നിട്ട് AD 70 തൊട്ട് മുമ്പ് വെസ്പേഷ്യന്റെ പ്രതിമയൊക്കെ യെരുശലേം ദൈവാലയത്തിൽ കൊണ്ടുവച്ച് പുള്ളി ആരാധിക്കാനൊക്കെ ആവശ്യപ്പെടുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് ദൈവാലയം തകർക്കുന്നത്. ഇങ്ങനെ രണ്ട് കാര്യങ്ങളുണ്ട്. ഗുഡ് ഈവനിങ് സർ. ഹലോ. ഞാൻ കുറെ നാളായിട്ട് ഈ പരിപാടി കാണുന്നതാണ്, കേൾക്കുന്നതാണ്. എന്നിട്ടും വീണ്ടും ചെറിയ ചെറിയ സംശയങ്ങൾ വീണ്ടും ഉണ്ട്. വർഷങ്ങളായിട്ടും കേൾക്കുന്നതാണ്. ഒന്നാമത്തെ, യേശു വന്നില്ലെങ്കിൽ നമ്മൾ രക്ഷപ്പെടുകയില്ലായിരുന്നു. പിന്നെ ഏതാണ് ചോദ്യം? പിന്നെ പഴയ നിയമത്തിലുണ്ട്. പിന്നെ ഇപ്പൊ കുറെ നേരം വെയിറ്റ് ചെയ്തോണ്ട് ഓർക്കുന്നത് എഴുതി വെച്ചിട്ടില്ല. ഞാൻ അടുത്ത പ്രാവശ്യം എഴുതി വെക്കാം. ആദ്യമായിട്ടാണ് ലൈവ് വരുന്നത്. ആയിക്കോട്ടെ. അപ്പൊ യേശു വന്നില്ലായിരുന്നെങ്കിൽ അല്ല, നമ്മൾ നേരത്തെ പഠിച്ച പള്ളികളിൽ ഇപ്പൊ നമ്മൾ പറയുന്ന മരണത്തിലൂടെ ജനനത്തിലൂടെയാണെന്ന് പറഞ്ഞു. ഓക്കെ. ചോദ്യം വിശദമായിട്ട് ചോദിക്കുക. എനിക്ക് ധൃതിയില്ല, വെപ്രാളം വേണ്ട. എന്താണ് ചോദ്യം? ഒന്ന് അതാണ്, യേശു നമ്മള് സാധാരണ നമുക്കൊന്നും അറിയത്തില്ലായിരുന്നു. അപ്പൊ പെന്തക്കോസ്തുകാർ വന്നിട്ട് പറഞ്ഞു യേശുവിന്റെ മരണത്തിലൂടെ രക്ഷപ്പെടുന്നു. അപ്പൊ നമ്മൾ പറഞ്ഞു പള്ളിയിലൊന്നും പഠിപ്പിക്കുന്നില്ല, നമ്മള് ഇവര് പറയുന്ന കറക്റ്റ് എന്ന് പറഞ്ഞു. വീണ്ടും അപ്പൊ നമുക്ക് സംശയങ്ങൾ ഒത്തിരിയായി. ഈ കൊല്ലുന്ന ദൈവം, മറ്റു ദൈവം, പഴയ നിയമത്തിലെ ഒത്തിരി സംശയങ്ങളൊന്നും പാസ്റ്ററിന്റെ കാര്യങ്ങളെല്ലാം പറയുന്നത് എനിക്ക് ഉള്ളിലുണ്ടായിരുന്നത് അത് തന്നെയാണ് പറഞ്ഞത്. ഇപ്പൊ ഇദ്ദേഹത്തിന്റെ ചോദ്യം, യേശു വന്നില്ലായിരുന്നെങ്കിൽ രക്ഷ ഉണ്ടായിരുന്നോ? അപ്പൊ ദൈവിക പദ്ധതിയില് മനുഷ്യനെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് തന്നെ യേശു വരിക എന്നുള്ളത് ദൈവ പദ്ധതിയാണ്. ആദമിന് വേണ്ടി യേശു വന്നു എന്നാണ് പല ആളുകളും പ്രസംഗിക്കുന്നത്. അതാണ് പാശ്ചാത്യർ പ്രസംഗിക്കുന്നത്. എന്നാൽ യേശുവിന് വേണ്ടി ആദം വന്നു എന്നാണ് ബൈബിൾ പറയുന്നത്. അതുകൊണ്ടാണ് റോമർ 5:14 എങ്കിലും വരുവാനുള്ളവന്റെ പ്രതിരൂപമായ ആദാമിന്റെ ലംഘനത്തിന് തുല്യമായി. വരുവാനുള്ളവന്റെ പ്രതിരൂപം. അപ്പൊ ആദം പ്രതിരൂപമായിരുന്നു. വരുവാനുള്ളവന്റെ പ്രതിരൂപമായിട്ടാണ് a figure of who was to come എന്നാണ്. അപ്പൊ ആദാം വരുവാനുള്ളവന്റെ പ്രതിരൂപമായിരുന്നു. അപ്പൊ യേശു വരിക എന്നുള്ളതാണ് പ്രധാന കാര്യം. അതിന് വഴിയൊരുക്കാനാണ് ആദം വന്നത്. ആദം ഇനി പാപം ചെയ്തില്ലായിരുന്നെങ്കിലും ഏദൻ തോട്ടത്തിൽ തന്നെ ക്രിസ്മസ് ഉണ്ടാകുമായിരുന്നു. യേശു ക്രിസ്തുവിന്റെ ആഗമനം എന്ന് പറഞ്ഞാൽ ആദം പാപം ചെയ്തത് കൊണ്ട് അതിനെ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി വന്നതല്ല. യേശു വരിക എന്നുള്ളത് ആണ് ഏറ്റവും പ്രൈമറി പർപ്പസ്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ക്ലിയർ ആയോ ബിജുവിന്? ഹലോ പാസ്റ്റർ, ഞാന് ഷാർലറ്റ്, ഞാൻ US തന്നെയാണ്. ഹായ് എവറി വൺ ടു. സോ ഞാൻ കുറച്ച് ദിവസം കൊണ്ട് ഇങ്ങനെ കയറണം. പക്ഷെ ഞങ്ങളുടെ ഇവിടുത്തെ ടൈമിങ് ഡിഫറെന്റ് ആയതുകൊണ്ട്, നമ്മുടെ ജോലി ടൈമിങ് ആയതുകൊണ്ട് കയറാൻ പറ്റുന്നില്ല. അത് എനിവേ താങ്ക് യു സോ മച്ച്. എൻ്റെ ക്വസ്റ്റ്യന് ആദ്യമായിട്ട് എനിക്ക് പാസ്റ്ററോട് താങ്ക് യു പറയണം. കാരണം ഞാൻ സൺഡേ സ്കൂളിൽ 10th grade പഠിപ്പിക്കുന്നുണ്ട് ഞങ്ങളുടെ പള്ളിയിൽ. അപ്പോൾ എൻ്റെ ടീച്ചിങ് തന്നെ ടോട്ടലി ഡിഫറെന്റ് ആയി. ആൻഡ് മൈ സ്റ്റുഡൻറ് ഈസ് റിയലി അപ്രീഷിയേറ്റിംഗ് the way that is explained. And അത് എൻ്റെ 10th grade 9th gradeലും 10th gradeലുമായിട്ട്. അപ്പോൾ ആ സ്റ്റുഡൻറ് തന്നെ പറയുന്നത് വാട്ട് യു ആർ ടെല്ലിങ് ഇസ് സോ അതൊത്തിരി സെൻസിബിൾ ആണ്, എനിക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. സോ ഹി ലൈക്സ് ഇറ്റ്. സോ ഐ റിയലി ഐ എം ഇൻഡക്റ്റഡ് ടു യു. ഇറ്റ് ചേഞ്ച് മൈ തോട്ട്സ് ആൻഡ് വ്യൂസ്. എനിവേ, ഇപ്പൊ ഞാൻ 10th gradeൽ ഇപ്പൊ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ എൻ്റെ 2-3 ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാല്,
അപ്പോസ്റ്റൽസ് ഗോസ്പല് ആൻഡ് എപ്പിസ്റ്റൽസ് അവരെഴുതിയത് ഹീബ്രുവിലാണോ ഗ്രീക്കിലാണോ? അപ്പോസ്തലന്മാർ എഴുതിയത് ഗ്രീക്കിലാണ്. ഗ്രീക്കില്. ഓക്കെ. അപ്പൊ അത് പിന്നെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാല് പെഷീത്തോ ബൈബിളില് ഓൾഡ് ടെസ്റ്റ്മെന്റ് ട്രാൻസ്ലേഷൻ വാസ് ഇറ്റ് ഫ്രം ഹീബ്രു ഓർ ഗ്രീക്ക് സെപ്റ്റുജന്റ്? പെഷീത്തോ സുറിയാനിയാണ്. അല്ല, ആ ട്രാൻസ്ലേഷൻ ഏതിൽ നിന്നായിരിക്കും വന്നത്? അത് സിറിയക്കാണ്. സിറിയക്ക് ബൈബിൾ ഉണ്ടായിരുന്നു, ഓൾഡ് ടെസ്റ്റ്മെന്റ്. ഓ, ഓക്കെ. പിന്നെ തനക്കെന്ന് പറയുന്നത് ഓൾഡ് ടെസ്റ്റ്മെന്റ് ടൈമിലുള്ളതാണോ അതെയോ ടെമ്പിൾ ഡിസ്ട്രക്ഷൻ ഒക്കെ കഴിഞ്ഞിട്ട് അവര് ഗ്യാദർ ചെയ്ത? തനക്കെന്ന് പറഞ്ഞാൽ ഓൾഡ് ടെസ്റ്റ്മെന്റിന്റെ ഒരു പേരാണ്. ഓൾഡ് ടെസ്റ്റ്മെന്റ് എന്ന് പറയുന്ന വേറൊരു പേരാണ് തനക്ക്. തനക്കെന്ന് പറഞ്ഞാൽ 3 അക്ഷരമാണ്, TNK. ടി എന്ന് പറഞ്ഞാൽ തോറ, എൻ എന്ന് പറഞ്ഞാൽ നബീം, കെ എന്ന് പറഞ്ഞാൽ കെത്തൂബീം. തോറ എന്ന് പറഞ്ഞാൽ പഞ്ചഗ്രന്ഥി, ന്യായപ്രമാണം, അതാണ് ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യ, സംഖ്യ, ആവർത്തനം, അതാണ് തോറ. നബീം എന്ന് പറഞ്ഞാൽ പ്രവാചക പുസ്തകങ്ങള്, അത് യെശയ്യാവ്, യെരമ്യാവ്, എസ്കേല്, അങ്ങനെ പ്രവാചക പുസ്തകങ്ങളാണ് കെത്തൂബി. പിന്നെ നബി എന്ന് പറഞ്ഞാൽ പ്രവാചക പുസ്തകം. കെത്തൂബി എന്ന് പറഞ്ഞാൽ റൈറ്റിംഗ്സ്, അത് സങ്കീർത്തനവും ബാക്കി എല്ലാ ചരിത്രവും എല്ലാം അതിനകത്ത് വരും. അപ്പം തനക്കെന്ന് പറഞ്ഞാൽ പഴയ നിയമത്തിന് മുഴുവൻ പറയുന്നത് 3 തിരിച്ചു വെച്ചിരിക്കുന്നേ ഉള്ളൂ: തോറ, നബീം, കെത്തൂബി. അതാണ് തനക്ക്. ഓക്കെ. അത് ബുക്കിനകത്ത് എഴുതിക്കുന്ന ഒരു അൺക്ലിയർ ആയിരുന്നു, അതുകൊണ്ടാണ് അത് ആ ക്വസ്റ്റ്യൻ എഴുതിച്ചത്. ഓൾഡ് ടെസ്റ്റ്മെന്റ് യഹൂദം വിളിക്കുന്ന പേരാണ് തനക്കെന്ന്. ഓ, അത് ശരി. ഓക്കെ. താർഗും എന്ന് പറയുന്നത് അറമായ വെർഷൻ ഓഫ് ഓൾഡ് ടെസ്റ്റ്മെന്റ് അല്ലേ? അതാണ് താർഗും എന്ന് പറഞ്ഞാൽ അറമായിക്ക് ബൈബിളാണ് ഓൾഡ് ടെസ്റ്റ്മെന്റ്. അത് താർഗുമില് കുറെ വ്യത്യാസങ്ങളുണ്ട്, പക്ഷെ സെയിം ബൈബിളാണ്. കുറെ കൂടെ ഈ ആശയങ്ങൾക്ക് വ്യത്യാസമുണ്ട്, കുറെ കൂടെ എക്സ്പ്ലെയിൻ ആയിട്ടുണ്ട്. അതാണ് താർഗും. ഓക്കെ. പിന്നെ ഈ അടുത്ത ക്വസ്റ്റ്യൻ എനിക്ക് വന്നത് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ലൈവ് കേട്ട് ഇങ്ങനെ വന്നപ്പോ അവിടെ എനിക്കും ഒരു ക്വസ്റ്റ്യൻ, ഒരു ഡൗട്ട് വന്നു. അതായത് ഒരു ആള് ചോദിച്ചപ്പം ലാസ്റ്റ് സപ്പർ പെസഹായ അല്ലല്ലോ കഴിച്ചത്, പെസഹായ അല്ലായിരുന്നല്ലോ എന്ന് പറഞ്ഞു. അപ്പോ ഇതിന് നമ്മൾ എഴുതിയിരിക്കുന്നത്, വേദപുസ്തകത്തിനകത്ത് എഴുതിയിരിക്കുന്നത് എനിക്ക് പെസഹ ഒരുക്കേണ്ടതിന് എന്നും പറഞ്ഞിട്ടാണല്ലോ പറയുന്നത്. അപ്പോ പക്ഷെ അവിടെ കുഞ്ഞാടിനെ കൊല്ലുന്നില്ല, പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാളുമാണ്, ചെറിയ പെരുന്നാളുമാണ്. അപ്പൊ അതെങ്ങനെയൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം? പെസഹ അല്ലെന്നുള്ളതിന് എക്സ്പ്ലനേഷൻ ആണോ? പെസഹ അല്ലല്ലോ യേശു കഴിച്ചതെന്നാണ് അന്ന് ഉത്തരം പറഞ്ഞത് ആള് ചോദിച്ചതിന്. അപ്പൊ പക്ഷെ അവിടെ കുഞ്ഞാടിനെ അറുക്കുന്നില്ലല്ലോ, അത് ശരിയാ. പക്ഷെ പെസഹ ഒരുക്കേണ്ടതിന് നിങ്ങള് പോയി ഒരുക്കുന്നല്ലേ കർത്താവ് പറഞ്ഞു വിട്ടു. അപ്പൊ അത് പെസഹ അല്ലല്ലോ, പക്ഷെ പെസഹ അല്ല, കുഞ്ഞാടും ഇല്ല, പക്ഷെ പെസഹ. അതെ. അതായത് ചെറു പെസഹ എന്നൊരു പാരമ്പര്യ യഹൂദനുണ്ട്. ഈ പെസഹായ്ക്ക് അത് യഹൂദന്മാരോട് പറഞ്ഞിട്ടുണ്ട്, പെസഹായുടെ അപ്പം പുളിപ്പില്ലാത്ത അപ്പമാണ്. അപ്പൊ പെസഹയ്ക്ക് മുമ്പ് ദേശത്ത് നിന്നെല്ലാം പുളിപ്പ് നീക്കം ചെയ്യണം എന്നൊരു കൽപ്പനയുണ്ട്. അന്ന് ഈ ആളുകള് ഈ പുളിപ്പ് ഈ വീടുകളുടെ ഭിത്തിയിലുള്ള ദ്വാരത്തിലൊക്കെ പുളിപ്പ് സൂക്ഷിച്ചു വെക്കും. ഇന്നത്തെ പോലെ ഈസ്റ്റ് ഒന്നും അന്ന് മേടിക്കാൻ കിട്ടത്തില്ല. ഈ പുളിച്ച മാവ് ഇങ്ങനെ ഉരുട്ടി വെക്കുകയാണ്, പുളിപ്പ് കീപ്പ് ചെയ്ത്. അപ്പൊ ചെറിയ കമ്പി കൊണ്ട് ഈ ദ്വാരങ്ങളെല്ലാം കുത്തി ഇളക്കി എല്ലാ പുളിപ്പും എടുത്ത് കംപ്ലീറ്റ് പുളിപ്പിനെ കളഞ്ഞിട്ട് ക്ലീൻ ചെയ്യും, ദേശശുദ്ധീകരണം. അപ്പൊ പുളിപ്പിച്ച് ചുട്ട അപ്പം മിച്ചം കാണും. നമ്മള് ഈ നോമ്പ് തുടങ്ങുന്നതിന് മുമ്പ് പേത്രത്താ ദിവസം ഈ ഇറച്ചി മീനും എല്ലാം പഴയ കാലത്ത് തിന്നു തീർക്കും, എന്നിട്ട് പാത്രം കഴുകി വെക്കും. ഇപ്പോഴത്തെ കാര്യത്തില്ല, പണ്ട് നോമ്പ് എടുക്കും അങ്ങനെ. അന്ന് നമ്മളെ ഈ ക്രിസ്ത്യാനികളുടെ ഒക്കെ വീട്ടിൽ ഈ മറ്റ് ആളുകളൊക്കെ നമ്മുടെ ജോലിക്ക് നിൽക്കുന്നു, മറ്റ് വിഭാഗങ്ങളിൽപ്പെട്ട ആളുകളൊക്കെ ഞങ്ങളുടെ കോട്ടയത്തൊക്കെ മാപ്പിളമാരുടെ വീട്ടിൽ പോകുന്ന പറയും. ഞങ്ങളുടെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ അന്ന് ഇറച്ചി മീനും എല്ലാം ചട്ടിയോടെ അവർക്ക് കിട്ടും, കാരണം നമുക്ക് പിന്നെ കഴിക്കാൻ പറ്റത്തില്ല. നമ്മൾ ഈ പേത്രത്താ പ്രമാണിച്ച് ഒരുപാട് ഇറച്ചി മീനും ഒക്കെ ആർത്തി മൂത്തുണ്ടാക്കി വെക്കും, പക്ഷെ ഇതൊന്നും തിന്നു തീരത്തില്ല. അപ്പം ഈ പറഞ്ഞ മറ്റാളുകൾ വന്നിട്ട് ഈ ഇറച്ചിയും മീനും ഒക്കെ എടുത്തോണ്ട് പോകും. എന്നിട്ട് നമ്മൾ ഈ തലേ ദിവസം ഈ പാത്രം മുഴുവൻ കഴുകി കമത്തും, എന്നിട്ട് സോപ്പിട്ട് കൈയെല്ലാം കഴുകി ഒരു ഉളുമ്പും ഇല്ല, ഒരു ഇറച്ചിയുടെയോ മീനിന്റെയോ ഒരു അംശവും ഇല്ലാതെ ക്ലീൻ ചെയ്തിട്ടാണ് പിറ്റേ ദിവസം തൊട്ട് നോമ്പ് തുടങ്ങുന്നത്. ഞാൻ പറഞ്ഞു ഇപ്പോഴല്ല, ഇപ്പം കോട്ടയത്തൊക്കെ ചെന്ന് കഴിഞ്ഞാൽ
നോമ്പിലും എല്ലാവരുടെ വീട്ടിൽ ഇറച്ചി മീനും ഒക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞ പണ്ട് അങ്ങനെയായിരുന്നു. അതുപോലെ യഹൂദന് ഈ പെസഹയുടെ തലേ ദിവസം കംപ്ലീറ്റ് പുളിപ്പ് മാറ്റിയിട്ട് മിച്ചമുള്ള പുളിപ്പുള്ള അപ്പം എല്ലാം തിന്നു തീർക്കും. അപ്പം പുളിപ്പുള്ള അപ്പം മുഴുവൻ തിന്നു തീർക്കുന്ന അതാണ് ചെറു പെസഹ. മനസ്സിലായി? ഈ ചെറു പെസഹയാണ് യേശു ശിഷ്യന്മാരുടെ ആഘോഷിച്ചത്. അതുകൊണ്ട് അവർ പുളിപ്പുള്ള അപ്പമാണ് എടുത്തത്. അതുകൊണ്ടാണ് നമ്മുടെ സഭയിൽ ഇപ്പോഴും പുളിപ്പുള്ള അപ്പം വെച്ച് കുർബാന ചൊല്ലുന്നത്. യേശു പെസഹ ആയിരുന്നു നടത്തിയിരുന്നെങ്കിൽ നമ്മൾ പുളിപ്പില്ലാത്ത അപ്പം കൊണ്ട് കുർബാന ചൊല്ലേണ്ടത്. എന്നാൽ കർത്താവിന്റെ സ്ഥലത്ത് നിന്നൊക്കെ ഒത്തിരി ദൂരെയുള്ള റോമിലുള്ളവർക്കൊന്നും ഇത് പിടികിട്ടിയില്ല. അവര് കർത്താവ് പെസഹ ആയിരിക്കും നടത്തിയതെന്ന് ഓർത്ത് പുളിപ്പില്ലാത്ത അപ്പം, അതാണ് കത്തോലിക്ക സഭ പുളിപ്പില്ലാത്ത അപ്പം വെച്ച് കുർബാന ചൊല്ലുന്നത്. ഫസ്റ്റ് ഹാൻഡ് ഇൻഫർമേഷൻ കിട്ടിയവര് ഓർത്തഡോക്സ് സഭകളാണ്. അവർക്ക് ഇപ്പോഴും പുളിപ്പുള്ള അപ്പമാണ്. കിഴക്കൻ സഭകൾക്കെല്ലാം പുളിപ്പുള്ള അപ്പമാണ്. കാരണം കിഴക്കുള്ളവർക്ക് സംഗതി മനസ്സിലായി, യേശു വെച്ചത് പുളിപ്പുള്ള അപ്പമാണ്. വെസ്റ്റേൺ ചർച്ചിന് പിടികിട്ടിയില്ല. അവര് വായിച്ചപ്പോ അവരോർത്ത് പുളിപ്പില്ലാത്ത അപ്പായിരിക്കും പെസഹ ആയിരിക്കും നടത്തിയെന്ന് ഓർത്ത് അവര് പുളിപ്പില്ലാത്ത അപ്പം വെച്ച് ആ പാരമ്പര്യത്തിലാണ് അവർ നിൽക്കുന്നത്. എന്നാൽ ഞങ്ങൾ ഈസ്റ്റേൺ സഭയാണെന്ന് പറയുകയും പുളിപ്പില്ലാത്ത അപ്പം പൊക്കി കാണിക്കുകയും ചെയ്യുന്ന ഗതികേടാണ് കേരളത്തിലെ സീറോ മലബാർ സഭയ്ക്ക്. അപ്പൊ ഒന്നുകിൽ നീ കണ്ടനാകുക, അല്ലെ നീ ചക്കിയാണെന്നാണ് എനിക്ക് സീറോ മലബാറുകാരോട് പറയാനുള്ളത്. നീ പൗരസ്ത്യ സഭയാണെന്ന് പറയുകയും ഈ പുളിപ്പില്ലാത്ത അപ്പം എടുത്തോണ്ട് നടക്കുകയും ചെയ്യുന്നത് എന്ത് മായമാണെന്ന് മനസ്സിലാകും. അപ്പൊ പൗരസ്ത്യ സഭകള് ഇതൊരു സഭ ഈസ്റ്റ് ആണോ വെസ്റ്റ് ആണോ എന്ന് അറിയാൻ ഉള്ള എളുപ്പമാർഗം അവിടെ അപ്പം പുളിപ്പുള്ളതാണെന്ന് നോക്കിയാൽ മതി. പുളിപ്പുള്ള അപ്പാണ് ഈസ്റ്റ് സഭയാണ്. ഗ്ലോറിയസ് മൊമെന്റ്സ് കണ്ടതിന് നന്ദി.